ഹരേ മുഖം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം നഷ്ടപ്രായേഷു അപുത്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതിയുടെ ഈ ഞായറാഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു ശ്ലോകം നമുക്കിന്ന് പഠിക്കാം. 17ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ശ്ലോകമാണ്. അപ്പൊ 17ാമത്തെ അധ്യായം എന്ന് പറയുമ്പോഴത്തേക്കും ഭഗവത്ഗീതയിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളുണ്ട്. എത്ര ശ്ലോകങ്ങളുണ്ട്? 700 ശ്ലോകങ്ങൾ. ഏകദേശം നമ്മൾ 600 ശ്ലോകങ്ങളായി. ഇനി 100 ശ്ലോകങ്ങൾ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അവസാനം എത്തിക്കഴിഞ്ഞു. 85% ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഒരു ചോദ്യം ചോദിച്ചട്ടെ. ഭഗവത്ഗീത എന്ന് പറയുന്നത് ആരുടെ തമ്മിലുള്ള സംഭാഷണമാണ്? അർജുനും കൃഷ്ണനുമായിട്ടുള്ള സംഭാഷണമാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംസാരിക്കുന്നതിനിടയ്ക്ക് അർജുന്റെ അടുത്ത് കൃഷ്ണൻ പറയുന്നുണ്ടോ, അർജുന ഞാൻ നിനക്ക് 17ാമത്തെ അധ്യായം പറഞ്ഞുതരാം, 18ാമത്തെ അധ്യായം പറഞ്ഞുതരാം, അങ്ങനെയാണോ കൃഷ്ണൻ ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പൊ ഈ അധ്യായങ്ങൾ എങ്ങനെ വന്നു? നമ്മൾ പറയുന്നത് 17ാമത്തെ അധ്യായം എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് വായിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ അധ്യായങ്ങൾ എവിടെ നിന്ന് വന്നു? അതെ, സംശയങ്ങൾ തീർക്കാണ്. പക്ഷെ ഈ നമ്മൾ പറയുന്നത് 18 അധ്യായമാണെന്ന് പറയുന്നു. ഓരോന്നിനും ഒരു പേര് നമ്മൾ പറയുന്നു. ഇത് ഭഗവാൻ പറഞ്ഞോ? 17ാമത്തെ അധ്യായത്തിന്റെ പേരെന്താണ്? ശ്രദ്ധാത്രയ വിഭാഗ യോഗ. ഓക്കെ, അപ്പൊ അർജുന ഇപ്പം 16ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി 17ാമത്തെ അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗ എന്ന 17ാം അധ്യായം ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഭഗവാൻ പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അപ്പൊ അധ്യായം എവിടെ നിന്ന് വന്നു? കാര്യം ഇതെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്ത ആണ് വ്യാസമഹർഷി. അതാരായിരുന്നു? നമ്മുടെ കാലത്തുള്ള വ്യാസമഹർഷി ആരായിരുന്നു? സ്വയം ഭഗവാനായിരുന്നു. ഭഗവാൻ ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വന്നു. എന്നിട്ട് ഈ വേദങ്ങളെല്ലാം തന്നെ വിസ്തരിച്ച്, അതുകൊണ്ടാണ് വ്യാസം എന്ന് വെച്ചാൽ ഡയമീറ്റർ അല്ലേ, അത് വിസ്തരിക്കുക എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേദങ്ങളെ വിസ്തരിച്ച് 4 പകുത്തു. 18 പുരാണങ്ങൾ എഴുതി. പിന്നെ മഹാഭാരതം എന്ന ഇതിഹാസം എഴുതി. എന്നിട്ട് ഈ എല്ലാ വേദങ്ങളുടെ ജ്ഞാനകാണ്ഡമായിട്ടുള്ള ഉപനിഷത്തുകളുടെ സാരാംശമായിട്ടുള്ള ഭഗവത്ഗീത, ആ ഭഗവത്ഗീത എടുത്തിട്ട് മഹാഭാരതത്തില് ഉൾപ്പെടുത്തി. എന്തുകൊണ്ടാണത്? കാര്യം വേദങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് വേണം. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസമാണ്, ചരിത്രമാണ്. അത് പഠിക്കാനായിട്ട് ആർക്ക് വേണമെങ്കിലും സാധിക്കും. എല്ലാവർക്കും ക്വാളിഫിക്കേഷനുകളാണ്. അപ്പൊ ഈ സാരാംശം മുഴുവൻ എടുത്തിട്ട് ഭഗവത്ഗീതയിലെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വായിക്കാം. ഇങ്ങനെ ആ കൃപാലുവായിട്ടുള്ള ഭഗവാൻ സ്വയം വന്നിട്ട് ഡോക്യുമെന്റ് ചെയ്തപ്പോഴത്തേക്കും ഈ സംഭാഷണത്തെ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അതിന്റെ ആ ടോപ്പിക് എന്താണ്, അതിന് ഉചിതമായിട്ടുള്ള ശേഷം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടില്ലേ, ഒരു ഖണ്ഡിക എന്നിട്ട് അതിന് പറയും കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ. 1, 2, 3 ലാസ്റ്റ് ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഖണ്ഡികയ്ക്ക് ഒരു ഉചിതമായ ശീർഷകം കൊടുക്കുക. അതേപോലെ ഓരോ അധ്യായത്തിനും ഉചിതമായിട്ടുള്ള ശീർഷകം ഭഗവാൻ വ്യാസൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് അതൊരു ഇൻട്രഡക്ഷൻ. അപ്പൊ 3ാമത്തെ ശ്ലോകം ഇവിടെ സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഹ.
സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഃ. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഃ. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഃ. രൂപം സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഃ. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത. ശ്രദ്ധാമയോയം പുരുഷോ യശ്രദ്ധ സ ഏവ സഃ. ഹരേ കൃഷ്ണ. ഭാരത, ഹേ ഭാരത, സർവസ്യ സകലർക്കും സത്വാനുരൂപ സ്വന്തം നിലനിൽപ്പിനനുസരിച്ച് ശ്രദ്ധ വിശ്വാസം ഭവതി ഭവിക്കുന്നു. അയം പുരുഷ ഈ പുരുഷൻ അഥവാ ജീവാത്മാവ് ശ്രദ്ധാമയ വിശ്വാസമുള്ളവനാണ്. യഹ യാതൊരുവൻ യശ്രദ്ധ യാതൊരുവിധ വിശ്വാസത്തോടു കൂടിയവനാണ്. ഏവ അതുപോലെ തന്നെ ആയിത്തീരുന്നു. വിവർത്തനവും ഭാവാർത്ഥവും ശിലപ്രഭാതരും ജയശിലപ്രഭാതം. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് അല്ലയോ ഭാരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. ഭാവാർത്ഥം: ഏതൊരാൾക്കും ഉണ്ടാവും പ്രത്യേകമായ ഒരു വിശ്വാസം. അയാൾ ആരായാലും ശരി, അത് സാത്വികമോ രാജസികമോ താമസമോ എന്നത് അയാളുടെ ആർജിത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. തന്റെ പ്രത്യേക വിശ്വാസം അനുസരിച്ച് ആ മനുഷ്യൻ ചില വ്യക്തിയുമായി സഹവസിക്കുകയും ചെയ്യും. ഓരോ ജീവനും 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മൗലികമായ പരമപുരുഷന്റെ വിഭിന്നാംശമാണ്. അതിനാൽ നമ്മൾ മൗലികമായി ഭൗതിക പ്രകൃതി ഗുണങ്ങൾക്ക് അതീതരാണ്. എന്നാൽ പരമപുരുഷനുമായുള്ള ബന്ധം മറന്ന് ഭൗതിക പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ ബദ്ധമായി പ്രകൃതിയുടെ വൈവിധ്യങ്ങൾക്ക് വഴങ്ങി തൻ്റെതായ ഒരു വ്യക്തിത്വത്തെ സ്വയം സൃഷ്ടിക്കുന്നു. തത്ഫലമായി ഉണ്ടാകുന്ന കൃത്രിമ ജീവിതവും വിശ്വാസവും കേവലം ഭൗതികമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ആശയത്തിൽ അഥവാ സിദ്ധാന്തത്തിൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിലും മൗലികമായ ആത്മാവ് ഗുണാതീതനത്രേ. പരമപുരുഷനുമായുള്ള ബന്ധം വീണ്ടെടുക്കാൻ ജീവാത്മാവിന് താൻ നേടിക്കുട്ടിയ ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് സ്വയം മുക്തനാവണം. നിർഭയം തിരിച്ചു പോകുവാനുള്ള വഴി ഒന്ന് മാത്രം, കൃഷ്ണാവബോധം. അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും പരിപൂർണതയിലേക്ക് ഉയരാം. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഈ വഴിയിൽ കാലൂന്നാത്തവർക്കാകട്ടെ ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് നീങ്ങേണ്ടി വരും. ഇവിടെ ശ്രദ്ധ എന്ന വാക്ക് സാരവത്താണ്. ശ്രദ്ധ അഥവാ വിശ്വാസം മൗലികമായി സത്വഗുണത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒരാളുടെ വിശ്വാസം ഒരു ദേവനിലോ ദേവനാക്കപ്പെട്ടവനിലോ ഒരു ഭാവനാ സൃഷ്ടിയിലോ ആവട്ടെ ദൃഢവും പ്രബലവുമാണെങ്കിൽ ഭൗതികവും സാത്വികവുമായ കർമ്മങ്ങൾക്ക് കാരണമായി തീരും. പക്ഷെ ബദ്ധമായ ഭൗതിക ജീവിതത്തിൽ ഒരു കർമ്മവും തികച്ചും വിശുദ്ധങ്ങളല്ല. വിശുദ്ധ സാത്വികാവസ്ഥയിൽ പരമമായ ഭഗവത് സത്തയുടെ യഥാർത്ഥ സ്വഭാവം ഗ്രാഹ്യമാകുന്നു. വിശ്വാസം പൂർണ്ണമായും ശുദ്ധ സാത്വികതയുള്ളതല്ലെന്ന് വരുന്ന കാലത്തോളം അതിനെ ത്രിഗുണങ്ങളുടേതായ മാലിന്യം ബാധിക്കാനിടയുണ്ട്. മലിനീകൃതങ്ങളായ ഗുണങ്ങൾ ഹൃദയത്തിൽ വ്യാപരിച്ചിരിക്കും. അതിനാൽ സ്വഹൃദയത്തിൽ എഴുകി ചേർന്നിട്ടുള്ളത് ത്രിഗുണങ്ങളിൽ ഏതാണോ
അതിനനുയോജ്യമായ വിശ്വാസമാണ് ഒരാൾക്ക് ഉണ്ടാവുക. ഹൃദയം സാത്വിക ഗുണമുറ്റതെങ്കിൽ വിശ്വാസവും സാത്വികമാകും. ഹൃദയം രജോ ഗുണബാധിതമെങ്കിൽ വിശ്വാസവും രാജസമായിരിക്കും. ഹൃദയം തമോ ഗുണം അഥവാ മിഥ്യയിലാണെങ്കിൽ വിശ്വാസവും അതേ മല്ലമായതാവാനേ വഴിയുള്ളൂ. അങ്ങനെ ലോകത്തിൽ പലവിധത്തിലുള്ള വിശ്വാസങ്ങളും അവയെ മുൻനിർത്തിക്കൊണ്ട് വ്യത്യസ്ത മതങ്ങളും ഉള്ളതായി കാണാം. യഥാർത്ഥ വിശ്വാസത്തിന്റെ സത്ത് ശുദ്ധ സാത്വികതയിലേക്ക് ആണ് ഉള്ളത്. ഹൃദയത്തിന്റെ മാലിന്യബാധയ്ക്കനുസരിച്ച് വ്യത്യസ്ത മതപ്രമാണങ്ങളെ നാം സ്വീകരിക്കുകയാണ്. വിവിധ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായി വെവ്വേറെ ആരാധനാ ക്രമങ്ങളുമുണ്ട്. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത ശ്രദ്ധാമയോയം യശ്രദ്ധസയേവസഹ. വ്യത്യസ്തങ്ങളായ പ്രകൃതി ഗുണങ്ങൾ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് അല്ലയോ ഭാരത ശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്ക് അനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. അപ്പോ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം 3-ാമത്തെ ശ്ലോകം. അപ്പം ഇതെന്താണ്, ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിനു മുമ്പുള്ള അധ്യായം ദേവാസുര ഭാവങ്ങൾ എന്നായിരുന്നു. അതിനു മുമ്പിലുള്ള അധ്യായത്തായിരുന്നു പുരുഷോത്തമ യോഗ. അതിനു മുമ്പ് പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ പറ്റിയുള്ളതായിരുന്നു. ഈ 4 അധ്യായങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാം അധ്യായത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു? അവിടെ എന്താ ഭഗവാൻ പറഞ്ഞത്? ഈ ഭൗതിക പ്രകൃതി, ഭൗതിക ലോകം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തല തിരിഞ്ഞ അരയാല് പോലെയാണെന്ന് പറഞ്ഞു. അതായത് വേര് മുകളിലും ശാഖകള് താഴെ, അങ്ങനെ നമ്മൾ കാണാറേയില്ല. എവിടെയാണ് കാണുന്നത്? വെള്ളത്തിൽ ഛായയിൽ കാണാൻ പറ്റും. അപ്പം അത് ഭഗവാൻ ഇങ്ങനെ ഒരു എന്താണ് ഉപമ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥമായിട്ടുള്ളതല്ല, റിയാലിറ്റി അല്ല. അപ്പം അതെന്താണ്? ആധ്യാത്മിക ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അപ്പൊ നമുക്ക് പലതും ഇവിടെ ഉണ്ടെന്ന് തോന്നും. ഉദാഹരണം സുഖം. നമ്മളെല്ലാവരും സുഖത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ പറയുന്നു, ഇത് സുഖം കിട്ടുന്ന സ്ഥലമല്ല. എന്ത് സ്ഥലമാണ്? ദുഃഖാലയമാണ്. ദുഃഖം കിട്ടുന്ന സ്ഥലം, ദുഃഖത്തിന്റെ വീട്, ദുഃഖാലയം, സ്ഥലം. അപ്പോ അതേപോലെ നമുക്ക് തോന്നുന്നു, തോന്നല് മാത്രമാണ്, ഒരു നിഴല് പോലെ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ എവിടെയാണുള്ളത്? ആധ്യാത്മിക ലോകത്തിലാണുള്ളത്. അപ്പം 15-ാമത്തെ അധ്യായത്തിൽ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അരയാലിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം ആ അരയാല് വളരുന്നത് എങ്ങനെയാണ്? അതെവിടെയാ പറഞ്ഞത് ഭഗവാൻ? അരയാല് വളരുന്നത് എങ്ങനെയാണ്? അതിനെ അത് മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. അതെവിടെയാ പറഞ്ഞത്? 14-ാമത്തെ അധ്യായത്തിൽ. അരയാല് വളരുന്നതിന് പോഷിപ്പിക്കുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. അത് 14-ാം അധ്യായത്തിൽ വിശദീകരിച്ചു. പിന്നെ പറഞ്ഞത് ഈ അരയാലിന് ഏത് മരമാണെന്നുണ്ടെങ്കിലും അതിന് കായ്കൾ ഉണ്ടാകും. നമുക്കറിയാം, മാവിലാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാവും, പ്ലാവിലാണെങ്കിൽ ചക്ക ഉണ്ടാവും. ഒരു ടൈപ്പേ ഉള്ളൂ. ഈ അരയാലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് 2 തരം ഫലങ്ങളാണുള്ളത്. ഒന്ന് സ്വാദിഷ്ടം, മറ്റത് കയ്പ് നിറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി പറഞ്ഞു. അത് എന്താണ്? അതെങ്ങനെ വരുന്നു? ആ ഫലങ്ങൾ വരാൻ കാര്യം എന്താണ്? നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ട്. ഒന്നുകിൽ നമ്മുടെ സ്വഭാവം ദേവി സ്വഭാവമാകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങളെല്ലാം തന്നെ മധുരം നിറഞ്ഞതായിരിക്കും. അതേസമയം ആസുര സ്വഭാവമുള്ള പ്രവൃത്തികളുടെ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാല് കയ്പ് നിറഞ്ഞതായിരിക്കും. ഓക്കെ, അതെവിടെയാ പറഞ്ഞത്? 16-ാം അധ്യായത്തിൽ പറഞ്ഞു. ഓക്കെ, 16-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ അവിടെ ദേവി സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മോചനത്തിലേക്ക് നയിക്കും. ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിലേക്ക് നയിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ദൈവീ സ്വഭാവങ്ങൾ. അതേസമയം ആസുരീ സ്വഭാവങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇവിടെ വീണ്ടും വീണ്ടും ബന്ധനത്തിൽ ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23-ാമത്തെ ശ്ലോകം.
കഴിഞ്ഞ അധ്യായത്തിൽ അതിൽ പറഞ്ഞു യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതിം. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. അപ്പം നമ്മള് ഓരോ ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ശാസ്ത്രങ്ങൾ പറയുന്നതിന് അനുസരിച്ചാണോ ശാസ്ത്രത്തിന് എതിരാണോ എന്ന് നോക്കി മനസ്സിലാക്കി പ്രവർത്തിക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവം വളരെ വ്യത്യസ്തമായിരിക്കും. ഇനി പറയുന്നു, അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമബന്ധങ്ങൾ പഠിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. അപ്പൊ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പതുക്കെ രക്ഷപ്പെട്ട് അതിന് പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ധർമ്മശാസ്ത്രങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കണം. ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ ആധ്യാത്മിക പുരോഗതി നേടാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു, വിശ്വാസത്തോടെ ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കേട്ടപ്പോഴത്തേക്കും അർജുനൊരു സംശയം. അങ്ങ് പറയുന്നു ശാസ്ത്രം, ഇവിടെ ഭഗവാൻ പറഞ്ഞ എങ്ങനെയാണ്, യഹ ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തത്തെ കാമകാരത. യഹ ശാസ്ത്രവിധി ഉത്സൃജ്യ, യാതൊരുവൻ ശാസ്ത്രവിധികളെ ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്? കാമകാരത. ഒരാളുടെ ഇച്ഛ പൂർത്തീകരിക്കാനായിട്ട്, സ്വന്തം ഇഷ്ടം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് തന്നിഷ്ടം പ്രവർത്തിക്കുന്നു. അപ്പം ശാസ്ത്രവിധി ഉത്സൃജ്യ. ഇവിടെ 17-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് ശാസ്ത്രവിധി ഉത്സൃജ്യ, ഒരേ ഇത് തന്നെയാണ്, ശാസ്ത്രവിധികളെ ഉപേക്ഷിച്ചിട്ട്. അവിടെ യഹ എന്ന് പറഞ്ഞു ഏകവചനം, ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നു ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ അർജുനൻ സംശയം ചോദിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ്. ശാസ്ത്രവിധികളെ പിന്തുടരാതെ യജത്തെ ശ്രദ്ധയാന്വിത, അവിടെ കാമകാരത എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നു ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ശാസ്ത്രവിധികളെ അവര് സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വന്തം ഭാവന അനുസരിച്ചിട്ട് ആരാധന ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? അത് സത്വരജസ്തമോ ഗുണങ്ങൾ ഏതാണ് അവിടെ കാണുന്നതെന്നാണ് അർജുനന്റെ സംശയം വന്നത്. അതായത് ശാസ്ത്രത്തിന് സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ശാസ്ത്രത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് ശാസ്ത്രത്തെ സ്വീകരിക്കുന്നില്ല, പക്ഷെ വിശ്വാസത്തോടുകൂടി അവര് ദേവതാരാധന ചെയ്തു കഴിഞ്ഞാൽ അവര് സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ അവരിൽ കാണുന്നത് എന്നാണ് അർജുനന്റെ സംശയം. അപ്പൊ ഇതിന്റെ ഉത്തരമാണ് ഈ 17-ാമത്തെ അധ്യായം മുഴുവൻ. ഇനി കൃഷ്ണനെ സംസാരിക്കുള്ളൂ. അർജുനന്റെ ഒരു ചോദ്യത്തോടുകൂടി അർജുനന്റെ റോൾ കഴിഞ്ഞു, ഇനി കൃഷ്ണനാണ് സംസാരിക്കുന്നത്. അപ്പം ഇവിടെ കൃഷ്ണൻ ഇവിടെ പറയുന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ എന്താണ്? ശരീരസ്ഥനായ ജീവാത്മാവിന്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അതിന്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരുന്നു. ഇതേപ്പറ്റി കേൾക്കും. അതാണ് കൃഷ്ണൻ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് ചാപ്റ്റർ ഭഗവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതില് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരുത്തരുടെയും സ്വഭാവം, സ്വഭാവം എങ്ങനെ അതിനനുസരിച്ചിട്ട് അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് ഗുണത്തിലാണെന്ന് തീരുമാനിക്കപ്പെടും. അതാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ ശേഷം ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്, അതായത് ഈ അവരുടെ വിശ്വാസം ഏത് സാത്വികമാണോ രാജസികമാണോ താമസികമോ എന്ന് തീരുമാനിക്കുക. അത് ശാസ്ത്രത്തിന് എതിരായിട്ടുള്ളത് ആകരുത്. പിന്നീട് ഈ എങ്ങനെയാണ് ആ വിശ്വാസം ഉണ്ടായാല് എന്തൊക്കെ ഉണ്ടാകും? അയാളുടെ ഓരോ പ്രവൃത്തികളും അതിനനുസരിച്ചിട്ടായിരിക്കും, വിശ്വാസത്തിനനുസരിച്ചിട്ടായിരിക്കും. ഭഗവാൻ 4 കാര്യങ്ങളെ പറ്റി പറയും ഈ അധ്യായത്തില്. 1 ആഹാരം, 2 ചെയ്യുന്ന യജ്ഞങ്ങള്, 3 തപസ്ചര്യ ചെയ്യുന്ന തപശ്ചര്യകള്,
ദാനം. ഈ 4 കാര്യങ്ങളെ പറ്റി പറയും. ഇത് ഓരോന്നും നോക്കി നമുക്കറിയാം അയാളുടെ വിശ്വാസം എന്ന് പറയുന്നത് സത്വഗുണത്തിലാണോ രാജസിക ഗുണത്തിലാണോ അതോ തമോ ഗുണത്തിലാണോ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് 7 മുതൽ 22 അല്ലെങ്കിൽ 8 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ 4 കാര്യങ്ങളെ പറ്റി, അതായത് ആഹാരം, തപശ്ചര്യ, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളെ പറ്റി ഭഗവാൻ പറയും. അതിനുശേഷം 23 മുതൽ 28 വരെയുള്ള ഇതില് എങ്ങനെ നമുക്ക് നമ്മുടെ യജ്ഞങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ യജ്ഞവും എങ്ങനെ അത് അതീന്ദ്രിയമാക്കാൻ സാധിക്കും എന്നുള്ളത് അതിനെപ്പറ്റി 5 ശ്ലോകങ്ങൾ 6 ശ്ലോകങ്ങൾ പറയും. ഓക്കെ, അപ്പം അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. ഒന്നാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു കഴിഞ്ഞു. അർജുനന്റെ സംശയം ചോദിക്കുന്നത്, അതായത് ശാസ്ത്രം വിധിപ്രകാരമല്ലാതെ എന്നാൽ വിശ്വാസത്തോടു കൂടി ആരാധിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഗുണത്തിലുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ജീവാത്മാവിന്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ പ്രകൃതി ഗുണങ്ങൾ വരുന്നത്, ഇത് വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? പൂർവ്വജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അയാളുടെ വിശ്വാസം രൂപപ്പെടുന്നത്. കാര്യം, ഒരു ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ബദ്ധനാണ്. ആത്മാവിനെ കവർ ചെയ്തിട്ട് 2 കവറിംഗ് ആണുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്ന കവറിങ് ഏതാ? സ്ഥൂല ശരീരം, ഗ്രോസ് ബോഡി, ഗ്രോസ് മെറ്റീരിയൽ ബോഡി. അത് 5 പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ആവരണം കൂടിയുണ്ട്. അതിന് ഉള്ളിലായിട്ട് വേറൊരു ആവരണമുണ്ട്. അതാണ് ആത്മാവിന് ചേർന്നിരിക്കുന്ന ആവരണം. അതാണ് അത് സൂക്ഷ്മമായിട്ട്. അതിന് 3 കോമ്പണൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഓക്കെ, അപ്പൊ ഇതില് ഒരു ജീവിതത്തിന്റെ അവസാനം വരുമ്പോഴത്തേക്കും ജീവന് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും എന്ന് എല്ലാവർക്കും അറിയാം. മരണം എന്ന് പറയുന്നത് അതാണ്. ഈ ശരീരം ജീവൻ ആത്മാവ് ഉപേക്ഷിക്കുന്നതാണ് മരണം. പക്ഷെ ആ സമയത്ത് സ്ഥൂല ശരീരം മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ, സൂക്ഷ്മ ശരീരം കൂടെ കാണും. അപ്പൊ ഇതില് മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിലെല്ലാം തന്നെ നമ്മുടെ ഈ എക്സ്പീരിയൻസ് മുഴുവനും അവിടെ ഇംപ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ശരീരം എടുക്കുമ്പോഴത്തേക്കും ഇതിനെല്ലാം അനുസരിച്ചിട്ടായിരിക്കും പ്രവൃത്തി വരുന്നത്. കൊച്ചുകുട്ടികള് എന്തുകൊണ്ട് അവര് ഡിഫറെന്റ് സ്വഭാവമുള്ള ആൾക്കാരായി മാറും? ചില കുട്ടികൾ ഒരു വീട്ടില് ആ വീട്ടില് ആരും തന്നെ ദേഷ്യപ്പെടാറില്ലായിരിക്കും. അതെല്ലാം ശാന്തരായിട്ടുള്ള സ്വഭാവമായിരിക്കും. ഒരു കൊച്ചുകുട്ടി എന്റെ കുഞ്ഞുനാള് മുതൽ തന്നെ അതിന് ഭയങ്കര ദേഷ്യമായിരിക്കും. അത് എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് പഠിച്ചു? അത് ആരും ഇവിടെ അച്ഛനമ്മയും സഹോദരങ്ങളൊന്നും കണ്ടുപിടിച്ചതല്ല, നേരത്തെ ആർജിച്ചതാണ്. നേരത്തെ അതിന്റെ ആ മനസ്സെന്ന് പറയുന്നത് ക്രോധം വരുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അഹങ്കാരം, ഇതെല്ലാം തന്നെ നേരത്തെ ആർജിച്ചതാണ്. അത് കൂടെ ജീവന്റെ കൂടെ അടുത്ത ശരീരം കിട്ടിയപ്പോഴത്തേക്കും അവിടെയും വന്നു. അപ്പം പഴയത് എന്തായിരുന്നോ അതനുസരിച്ചിട്ടുള്ളതാണ് ഈ ജന്മത്തിൽ വരുന്നത്. അതേപോലെ ആ വിശ്വാസം എന്ന് പറയുന്നതും പണ്ട് നടന്നിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവന്റെ കൂടെ വരുന്നതാണ്. അപ്പം ആ അവര് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പം ശാസ്ത്രത്തിൽ പറയുന്ന നിയമങ്ങളും നിബന്ധനകളും അറിയാമെങ്കിലും പക്ഷേ ഭയങ്കര അലസതയാണ്, ലേസിയാണ് ആൾക്കാർ. ഫോളോ ചെയ്യുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്, ഇതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവരത്
ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓക്കെ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പം അങ്ങനെ ഈ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അലംഭാവമായിരിക്കും, ഇൻഡിഫറൻസ്, ഇത് എന്തിനു ചെയ്യണം എന്നുള്ള ഒരു ചിന്ത. ഇതിൽ നിന്നും ശാസ്ത്ര വിധി അനുസരിച്ചുള്ള നിയമങ്ങളൊന്നും തന്നെ അവർ പാലിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്കും അവര് വന്നിക്കുന്നത്. അവര് ഒരു ജീവൻ എന്ന് പറയുന്ന അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ അംശമാണ്. അപ്പം ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം തന്നെയുണ്ട്. മാത്രമല്ല അതിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഭഗവാനെ സെർവ് ചെയ്യുക, ഭഗവാന്റെ സെർവന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ഠാനിന്ദ്രിയാണി പ്രകസ്ഥാനി കർഷക്. ഭഗവാന്റെ അംശങ്ങളാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ അംശങ്ങൾ എന്ന് വെച്ചാൽ ഭഗവാന്റെ തന്നെ എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. എന്താണ് ഭഗവാന്റെ രൂപം? എന്താണ്? നമ്മൾ പറയുന്നു നമ്മള് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭഗവാൻ എന്താണ്? സച്ചിദാനന്ദ രൂപമാണ്. ഓക്കെ, സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റേണൽ, ശാശ്വതം. ചിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ്. ആനന്ദം. ഓക്കെ, സദാ ആനന്ദമയനാണ് ആത്മാവ്. അപ്പം ഇതേ സ്വഭാവങ്ങള് ജീവാത്മാവിനും ഉണ്ട്. പക്ഷേ ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ഞാനീ ശരീരമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതോടുകൂടി അതാണ് മിഥ്യാവബോധം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ളത് ഞാൻ ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ളതാണ്. പക്ഷേ ശരീരം എടുത്തു കഴിയുമ്പോഴത്തേക്കും ചിന്തിക്കാൻ തുടങ്ങുന്നത് ഞാൻ ഈ ശരീരമാണ്. ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഞാനാണ് ചെയ്യുന്നത്. ഞാനാണ് അതിന്റെ എല്ലാം തന്നെ നിയന്താതാവ്. ഞാൻ കാണുന്നതെല്ലാം തന്നെ അതിന്റെ എല്ലാം തന്നെ യജമാനൻ ഞാനാണ്. ഇത് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ മറന്നു. ആധ്യാത്മിക ലോകത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് ഭഗവാനെ സേവിച്ച് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയോ, അതിന് ആരും ഇതുവരെ കാരണം പറഞ്ഞിട്ടില്ല. ഓക്കെ, എങ്ങനെയോ ഒരു നിമിഷം തോന്നി എനിക്ക് ഈ കൃഷ്ണൻ എൻജോയ് ചെയ്യുന്നത് പോലെ, ഭഗവാൻ എൻജോയ് ചെയ്യുന്നത് പോലെ എനിക്കും എൻജോയ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഭഗവാനെ സേവിക്കുന്നു, അതേപോലെ എനിക്കും സേവ വേണം. ആര് ബാക്കിയുള്ളവരെ സേവ എനിക്ക് ചെയ്യണം എന്ന് ഈ ജീവന് തോന്നിയതും ആ നിമിഷം ഭഗവാൻ പറയും തഥാസ്തു എന്ന് പറയും. എന്നിട്ട് ഭഗവാൻ അവിടെ അത് ചെയ്യാൻ പറ്റില്ല, അവിടെ സാധിക്കില്ല. അപ്പം അതിന് ഉതകുന്ന സ്ഥലം അതേതാണ്? ഭഗവാൻ ഒരു ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ട് അവിടെ അയക്കുകയാണ്, എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും അയാള് ഓട്ടോമാറ്റിക്കലി ഈ ശരീരം ഈ ശരീരത്തിന്റെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വന്നതോടുകൂടി ആ ശരീരത്തിൽ ബന്ധനസ്ഥനായി തീർന്നു. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് എന്താണ്? പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. നമുക്ക് രണ്ടും കൂടി പറ്റില്ല. പ്രകൃതിയുടെ ഗുണങ്ങൾ ഇല്ലാതെ എനിക്ക് എൻജോയ് ചെയ്യണം എന്ന് പറയാനായിട്ട് ഭഗവാൻ സമ്മതിക്കില്ല. റൂൾ അതാണ്. എന്നുവെച്ചാല് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നിയത് ആധ്യാത്മിക ലോകത്തിൽ വെച്ചിട്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ദുർഗം, ജയിൽ. അതുകൊണ്ടാണ് ദുർഗത്തിന്റെ ചാർജ് ആർക്കാണ്? ദുർഗാദേവി. നവരാത്രി നടന്നുകൊണ്ടിരിക്കല്ലേ? ആ ദുർഗാദേവിയുടെ റോൾ എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കുക. അതായത് ഭഗവാന്റെ നേരെ തിരിഞ്ഞു നോക്കുന്നത് വരെ തല്ലിക്കൊണ്ടിരിക്കും. ഭഗവാന്റെ നേരെ നോക്കിക്കഴിഞ്ഞാല് തലോടി പോട്ട് നയിക്കും. സിമ്പിൾ. ഇതിന് ഈ ജോലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഭഗവാൻ കണ്ടുപിടിച്ച ആരാണ്? സ്വന്തം സഹോദരിയെ തന്നെയാണ്. അപ്പം വളരെ സിൻസിയർ ആണ് ആള്.
ആരാണെന്നുണ്ടെങ്കിലും ഭഗവാനെ കുറിച്ച് ഒരു നിമിഷം മറന്നു കഴിഞ്ഞാൽ നല്ല തന്നെ കിട്ടും. എന്നിട്ട് ബാക്കിയുള്ളവരെ ഭഗവാന്റെ അടുത്തേക്ക് എപ്പോഴാണോ ശരണം പ്രാപിക്കുന്നത്, അത് ആ സമയം മുതൽ ഹെൽപ്പ് ചെയ്യാനും തുടങ്ങും. അതാണ് ദേവി. ഏതായാലും ഇനി ഈ ഗുണങ്ങളെല്ലാം തന്നെ അതൊന്ന് നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഓരോരുത്തരും ആർജിച്ച ഗുണങ്ങളാണ്, പണ്ട് ആർജിച്ച ഗുണങ്ങളാണ്. അപ്പം ഒരു ഡൈനാസ്റ്റി നോക്കിക്കഴിഞ്ഞാൽ കശ്യപ മഹർഷിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കശ്യപ മഹർഷി വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഹിരണ്യകശിപു, നമ്പർ 1 അസുരൻ. ഹിരണ്യകശിപുവിന്റെ മകൻ ആരായിരുന്നു? പ്രഹ്ലാദൻ. ഓക്കെ, പ്രഹ്ലാദൻ എന്ന് ചെയ്യാൻ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ മകൻ ആരായിരുന്നു? വിരോചനൻ. ഭക്തനാണോ? അല്ല, അസുരനാണ്. ഓക്കെ, ഭക്തന് അസുരനാണ് മകനായിട്ട് വന്നത്. വിരോചന്റെ മകൻ ആരായിരുന്നു? ബലി മഹാരാജ, വേറൊരു നമ്പർ 1 ഡിവോട്ടി, ഇല്ലേ? ആത്മസമർപ്പണം ചെയ്ത് ഏറ്റവും നല്ല പ്രശസ്തി കിട്ടിയ ആളാണ് മഹാബലി എന്ന് പറയുന്ന ആൾ. ഈ ഇടയ്ക്ക് ഓണം കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആ ചരിത്രമൊക്കെ നമ്മൾ അന്ന് പറഞ്ഞു. അപ്പം അതായത് നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ സാധനം. നമുക്ക് കുറെയൊക്കെ നമുക്ക് ചെയ്യാം, കുറെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മളെ ബന്ധിച്ചിടത്തോളം കാലം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാത്തിടത്തോളം കാലം ഇവിടെ തന്നെ കുടുങ്ങിക്കിടക്കും. ഓക്കെ, അപ്പം പ്രഭാതരെ ഈ പർപ്പോട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന്, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നന്നായിട്ട് ശ്രദ്ധയോടുകൂടി, ഈ ശ്രദ്ധയല്ല കേട്ടോ, വിശ്വാസം എന്നുള്ള ശ്രദ്ധയല്ല, വളരെ കെയർഫുൾ ആയിട്ട് ആലോചിക്കുക, ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. എന്നിട്ട് ഒരു ആധ്യാത്മിക ഗുരുവിനെ, ശരിയായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ ആശ്രയിക്കുക. ആ ആധ്യാത്മിക ഗുരുവിനെ അതിന്റെ ഉപദേശം അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിത പ്രക്രിയകളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. വേറെ വഴി. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇവിടെ 3-ാമത്തെ ശ്ലോകം, സത്വാനുരൂപ സർവസ്യ. സത്വ അനുരൂപ. സത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അനുരൂപ, അതിന് അനുസരിച്ചിട്ട്, ഒരാളുടെ നിലനിൽപ്പിന് അനുസരിച്ചിട്ട്. അതിനുശേഷം ശ്രദ്ധാഭവതി ഭാരത. ശ്രദ്ധ, വിശ്വാസം. ഹേ അർജുന, അയാളുടെ വിശ്വാസം ഉണ്ടാകുന്നു. എന്നിട്ട് അയം പുരുഷ ശ്രദ്ധാമയ. ശ്രദ്ധാമയ, ഈ ജീവാത്മാവ് വിശ്വാസമുണ്ട്. ശ്രദ്ധാമയൻ ഞാൻ ശ്രദ്ധയുള്ളവനാണ്, ആനന്ദമയ. ഭഗവാനെ പറ്റി ആനന്ദമയ എന്ന് പറയാറില്ലേ, ആനന്ദമുള്ളവനാണ്. അപ്പൊ അതേപോലെ ഇത് ശ്രദ്ധാമയ, ശ്രദ്ധ വിശ്വാസമുള്ളവനാണ്. എങ്ങനെ? ശ്രദ്ധ ഏവ, ശ്രദ്ധ ഏവ എന്ന് വെച്ചാല് അയാളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഉള്ള ആളാണ്. ഒരാളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ആളുണ്ട്. ഓക്കെ, വിശ്വാസമാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മളെ എന്താണ് എസെൻഷ്യൽ തിങ് എന്ന് പറയാനായിട്ട് നമ്മുടെ വിശ്വാസമാകും നമ്മുടെ ജീവിതത്തിന്റെ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഏതൊരാൾക്കും ഉണ്ടാവും പ്രത്യേകമായൊരു വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുത്തരും ഓരോ വിശ്വാസത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അത് ആരായാലും ശരി, സാത്വികമോ രാജസികമോ താമസമോ എന്നത് അയാളുടെ ആർജിത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. എന്താണ് ഈ ആർജിത സ്വഭാവം? അത് നമ്മൾ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് ആർജിക്കുന്നത്? മുൻജന്മ കർമ്മങ്ങൾ കൊണ്ടിട്ടാണ്. മുൻജന്മ കർമ്മങ്ങളെ അനുസരിച്ചിരിക്കും. ഒരു സംശയം ചോദിക്കട്ടെ?
അപ്പം മുജ്ജന്മ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല അതിനെപ്പറ്റി. നമ്മൾ ഈ സ്ഥിതിയിൽ ഇരിക്കുകയാണ്, മുജ്ജന്മ കർമ്മമാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇത് അനുഭവിച്ചേ പറ്റൂ. ഏതൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ജീവിക്കാണെന്നുണ്ടെങ്കിലും രണ്ട് വഴികൾ മുമ്പോട്ടുണ്ട്. ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക്, ഒന്ന് ഭഗവാന്റെ എതിർവശത്തേക്ക്. ഓക്കെ, ഈ സ്വാതന്ത്ര്യം ഭഗവാൻ ഒരിക്കലും നമ്മിൽ നിന്ന് എടുത്തു മാറ്റാത്ത കാര്യമാണ്. വേറെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭഗവാൻ ഒരിക്കലും തൊടില്ല. കാര്യം എന്താണെന്നറിയോ? ഭഗവാൻ ഈ ലീലകൾ ചെയ്യുന്നത് എന്തിനാണ്? ഭഗവാൻ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ചെയ്യുന്നത് എന്തിനാണ് ഈ ലീലകൾ ചെയ്യുന്നത്? ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട്, വേറെ ഒരു കാരണമില്ല. ഭഗവാൻ ആനന്ദിക്കണം, ഒറ്റയ്ക്ക് ആനന്ദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വേണം. നമുക്ക് അങ്ങനെയല്ലേ? ഒറ്റയ്ക്ക് ഒരു പാർട്ടി നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും വീട്ടില്? ഒറ്റയ്ക്ക് ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ പാർട്ടി നടത്തിയിട്ടുണ്ടോ? ഇല്ല. എല്ലാ ഫ്രണ്ട്സിനും കൂട്ടിയിട്ടാണ് പാർട്ടി നടത്തുന്നത്. അതേപോലെ ഭഗവാനും ആകെ ഏകനായിട്ടുള്ള ഹരി വിസ്തരിച്ചിട്ട് എന്തിനാണ് വിസ്തരിച്ചത്? സ്വസ്മൈ സ്വപ്രീതിയെ സ്വയമേവ കാര്യതേ. തനിക്കായിട്ട്, തന്റെ പ്രീതിക്കായിട്ട് സ്വയം തന്നെ ഭഗവാൻ കാര്യങ്ങൾ ചെയ്യുന്നു. വേറെ ആരുടെ ആവശ്യമില്ല ഭഗവാന്. പക്ഷെ ഭഗവാൻ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അതുകൊണ്ട് വിസ്തരിച്ചിട്ട് പലതായി. എന്നിട്ട് എന്താ വേണ്ടത്? നമ്മൾ ഹാപ്പി ആകുന്ന എപ്പോഴാണ്? നമ്മൾ ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് സന്തോഷം വരും, ഇല്ലേ? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ നമ്മളെ വെറുക്കുകയാണ്, ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കാണുമില്ല. എപ്പോഴാണ് നമുക്ക് സന്തോഷം തരുന്നത്? അവർ നമ്മളെ സ്നേഹിക്കുമ്പോഴത്തേക്കും. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്ന പിടിച്ചു പറിച്ചു വാങ്ങുന്ന സ്നേഹം ആവരുത്. ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അയാളെ തോക്കിൻ മനയില് പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു, എന്റെ ഭാര്യയാകുമെന്ന് പറഞ്ഞു. അവര് ആ പേടി കൊണ്ടിട്ട് സമ്മതിച്ചു. വിൽ ദെയർ ബി എനി ഹാപ്പിനെസ്? ഇല്ല. പക്ഷെ സ്വയം ആ പെൺകുട്ടി പറയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ. അതേപോലെ നമ്മളും സ്വമേധയാ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ആഗ്രഹം. ഓക്കെ, അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടപ്പെടണോ വേണ്ടെന്നോ. ഓക്കെ, ഒരു അച്ഛൻ ഒരു കാഡ്ബറി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് കുട്ടിക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അച്ഛൻ എന്താ ചിന്തിക്കുന്നത്? ഇതിന്റെ ഒരു കഷ്ണം എനിക്ക് ഇയാൾ തരണം. സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലേ? അച്ഛന് നല്ല ബലമുണ്ട്, കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് തിന്നൂടെ? ചെയ്യുവോ? ഇല്ല. എന്തുകൊണ്ട്? അതല്ല വേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് കൈയെടുത്തിട്ട് ഒരിക്കലും ചെയ്യില്ല. ഒരച്ഛൻ ചോദിക്കും, എനിക്ക് ഒരെണ്ണം തരുമോ, എനിക്ക് ഒരെണ്ണം തരുമോ? കുട്ടി സ്നേഹത്തോടു കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന് അതേ ഉള്ളൂ. അല്ലാതെ അത് ചോക്ലേറ്റ് അച്ഛൻ കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ വാങ്ങിച്ചവരുടെ ഒരെണ്ണം വാങ്ങിയവരുടെ 4 വാങ്ങിച്ചിട്ട് 3 സ്വയം കഴിച്ചൂടെ? അത് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ആ കുട്ടി സ്നേഹം സ്നേഹം കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സ്നേഹം കണ്ടോ ഇല്ലയോ അത് അച്ഛനറിയാം. അത്രയേ ഉള്ളൂ. അതേപോലെയാണ് ഭഗവാൻ. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഭഗവാന് ആഗ്രഹമുണ്ട്. അത് നമ്മുടെ സ്വമേധയായിരിക്കണം, നിർബന്ധത്തോടുകൂടി ആയിരിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ ഓരോ നിമിഷവും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനോ ഭഗവാന്റെ എതിരെ പോകാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ചിലർ പറയും, ഓ എനിക്ക് അസുഖം, ഇത്ര അസുഖം പിടിച്ച എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. വേദന എന്ന് വെച്ചാൽ വേദനയാണ്, എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടികയിലായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം വേറെ എന്തെങ്കിലും ജീവിതത്തിൽ വളരെ കോടതിയോ പോലീസ് സ്റ്റേഷനോ അല്ലാതെ ഏതവസ്ഥയാണെന്നുണ്ടെങ്കിലും വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ആ സമയത്തും അയാൾക്ക് തീരുമാനിക്കാം, ഞാൻ ഭഗവാനെ സ്വീകരിക്കാൻ പോവാണ്. ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്റെ ഈ പരിസ്ഥിതി കാരണം എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇല്ല.
ഏതവസ്ഥയിലാണ്? വയസ്സായി, 90 വയസ്സായി, 100 വയസ്സായി, നടക്കാൻ പോലും വയ്യ, സൗണ്ട് പുറത്തു വരുന്നില്ല. ആ അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ അടുത്ത് പറയാം, ഭഗവാനെ ഞാൻ നിന്റേതാണ്. ഒരൊറ്റ കാര്യം. നമ്മളൊക്കെ വ്രതം എടുക്കാറുണ്ട്, ഏകാദശി വ്രതം എടുക്കാറില്ലേ? വ്രതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും, ഇല്ലേ? അതാണ് വ്രതം എന്ന് പറയുന്നത്. ഏകാദശി വ്രതം എടുക്കാറുണ്ട്, ഇപ്പം ചില ആൾക്കാർ നവരാത്രി വ്രതം എടുക്കാറുണ്ട്. അവര് ഈ 10 ദിവസം അവര് ഒന്നും തന്നെ മത്സ്യം മാംസം ഒന്നും കഴിക്കില്ല. എന്ത് വന്നു കഴിഞ്ഞാലും ഉറപ്പാണ്. എത്ര ഇത് വന്നു കഴിഞ്ഞാലും അവരൊന്നും ചെയ്യില്ല തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് വ്രതം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓരോ വ്രതങ്ങൾ എടുക്കാറുണ്ട്. ഭഗവാന്റെ വ്രതം ഉണ്ടോ? ഭഗവാന്റെ വ്രതം ഉണ്ടോ? എടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. തീർച്ചയാണോ? രാമായണ മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഭഗവാൻ രാമൻ ഏകപത്നി വ്രതക്കാരനായിരുന്നു അത്രേ. രാമന്റെ അച്ഛൻ ദശരഥൻ എത്ര മഹാറാണിമാരുണ്ടായിരുന്നു? 3 മഹാറാണിമാര്. ഓക്കെ, റാണിമാർ എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. കാര്യം പരശുരാമൻ വരുമ്പോഴൊക്കെ അദ്ദേഹം ചാടിക്കറി ചെയ്യുന്ന യജ്ഞം ഏതാണ്? പരശുരാമൻ രക്ഷപ്പെടാൻ വിവാഹയജ്ഞം. ഓക്കെ, എത്രയോ ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ പ്രമുഖരായിട്ടുള്ള 3 പേരുടെ പേര് നമുക്കറിയാവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ദശരഥന്റെ മകൻ രാമചന്ദ്ര ഭഗവാൻ പറയുന്നു ഏകപത്നി വ്രതം. നമുക്കതുമായിട്ട് യാതൊരു കാര്യമില്ല. നമുക്കറിയേണ്ട വ്രതം വേറെ ഒരെണ്ണമുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ഇതാണ് എന്റെ വ്രതം എന്ന് പറയുന്നുണ്ട്. സകൃദേവ പ്രപന്നായ തവാസ്മീതി യാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യതത് വ്രതം മമ. ഓക്കെ, സകൃത് ഒരിക്കൽ, ഏവ ഒരിക്കലെങ്കിലും, പ്രപന്നായ എന്നെ ആശ്രയിച്ചിട്ട്, ശരണം പ്രാപിച്ചിട്ട്, തവാസ്മി ഇത് യാചതേ ഞാൻ നിന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭയം സർവഭൂതേഭ്യോ ദദാമി എല്ലാ ചരാചരങ്ങളിൽ നിന്നും അയാൾക്ക് ഭയമില്ലാത്ത അവസ്ഥ, പേടി, അയാളുടെ എല്ലാ പേടിയും ഞാൻ മാറ്റും. ഏതത് വ്രതം മമ, ഇത് എന്റെ വ്രതമാകുന്നു. ഭഗവാന്റെ വ്രതം എന്താണ്? ഒരിക്കലാണെങ്കിൽ പോലും ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജോലി ഭഗവാന്റേതാണ്. ഇതിൽ ഭഗവാന്റെ വ്രതമാണ്. ഒരിക്കലും ഭഗവാൻ അച്യുതൻ എന്ന് വെച്ചാൽ ച്യുതി പറ്റാത്തവൻ, ഒരു വീഴ്ച പറ്റാത്തവൻ. നമുക്ക് വീഴ്ച പറ്റിയേക്കാം, പക്ഷേ ഈ വ്രതം എടുത്തിരിക്കുന്നത് ഭഗവാൻ അച്യുതനാണ്. അച്യുതൻ പറയുന്നതാണ് ഒരിക്കലും ഇതിന് ഭംഗം ഉണ്ടാവില്ല. അപ്പോ ഞാൻ പറഞ്ഞു തന്നത് എന്തിനായിരുന്നു പറഞ്ഞത്? ഭഗവാൻ ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് പോവുക, ഭഗവാന്റെ അടുത്ത് പറയുക ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കുമെന്ന് പോലും പറയേണ്ട കാര്യമില്ല. അത് ഭഗവാൻ ചാടി കയറി ചെയ്യാൻ തുടങ്ങും. കാര്യം എത്ര നാളായി ഭഗവാൻ നമ്മളിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ്, ഭഗവാനെ ഞാൻ അങ്ങേ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയുടേതാണ്. ബസ് ആലോചിക്കുക. ഓക്കെ, അപ്പോ നമ്മള് അക്കൗണ്ട് ഡൈവേർട്ട് ചെയ്തു. ഏതായാലും ഓക്കെ, അപ്പം ഈ ശ്ലോകം അതായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഫെയ്ത്ത് ഉണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ട് അത് സാത്വികമോ രാജസികമോ താമസികമോ ആകും. ഉദാഹരണങ്ങളുണ്ട്. പ്രഹ്ലാദൻ ഭഗവാനിൽ അർപ്പിച്ച ആ വിശ്വാസം വരണം. ഭസ്മാസുരനും വിശ്വാസം ഉണ്ടായിരുന്നു. ഭസ്മാസുരൻ എന്തായിരുന്നു വിശ്വാസം? ഈ 3 പേരിൽ വെച്ചിട്ട് ആരാണ് ഏറ്റവും എളുപ്പം പ്രീതിപ്പെടുത്താനായിട്ട്? ആരാണ്? അദ്ദേഹം പറഞ്ഞു 3 വെച്ചിട്ട് മുക്കണ്ണനാണ്. പക്ഷെ പോയി ശിവൻ. അപ്പം ശിവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ഭസ്മാസുരൻ നല്ല ഉറപ്പായിരുന്നു. തപസ് ചെയ്തിട്ട് വല്ല റിസൾട്ടും ഉണ്ടോ? ഒന്നുമില്ല. താൻ ദേഷ്യം വന്നിട്ട് വാളെടുത്തിട്ട് ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ വെട്ടിമുറിച്ച്
ഹോമാഗ്നിയിൽ ഇടാൻ തുടങ്ങി. അവസാനം ഒന്നും ചെയ്യുന്നില്ല, ഒന്നും വരുന്നില്ല, ശിവൻ വരുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ലാസ്റ്റ് വന്നത് തലയായിരുന്നു. തല വെട്ടാൻ പോയപ്പോഴത്തേക്കും ശിവൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതാണ് വിശ്വാസം. ഈ ശിവനെ പ്രീതിപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കും, ചെയ്തു കഴിഞ്ഞാൽ ശിവൻ പ്രീതനാകും എന്നുള്ള വിശ്വാസം. അതേപോലെ ഓരോ അതൊക്കെ ഇതാണ് ഈ 5-6 ശ്ലോകങ്ങൾ വരുമ്പോഴത്തേക്കും ശാസ്ത്രത്തിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണതെല്ലാം തന്നെ. ഇനി ഈ നമ്മള് ഈ അവസ്ഥയിൽ വന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉള്ള മാർഗം അതല്ലോ നമ്മൾ അറിയേണ്ടത്. എങ്ങനെ ഇവിടെ എത്തി, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് അത് വിടൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് പ്രഭാതർ പർപ്പോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? കൃഷ്ണാവബോധമുള്ളവരായി തീരുക. ആ ഒരു മാർഗം. കാര്യം ഇപ്പോഴുള്ള അവബോധം എന്താണ്? ഇപ്പോഴുള്ള അവബോധം എന്താ? നമ്മുടെ ശരീരാവബോധം. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അവബോധമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഞാനാണ് ഈ പ്രവൃത്തിയുടെ കർത്താവ്, ഞാനാണ്. അതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ് ഞാനാണ്. അവൻ പറയുന്നു കർമ്മണി ഏവ അധികാരത്തെ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഭഗവത്ഗീതയിൽ 100 തവണ വായിച്ചു കാണും. പക്ഷെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ ചെയ്യുന്നത് ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാരും കൈയടിക്കുമ്പോഴേക്ക് ആരാണ്? എന്നെയാണ്. ഞാൻ ഒരു 2 അടി പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ ശരീര അവബോധത്തെ കുറിച്ചുള്ളതാണ്. അപ്പം ഇത് വരാൻ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ അംശമാണ്. അംശം ആയിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിർഗുണം, ഗുണങ്ങൾക്ക് അതീതനാണ്. ആത്മാവും ഗുണങ്ങൾക്ക് അതീതനായിരുന്നു. എപ്പോ വരെ? ഈ ഭൗതിക ശരീരം സ്വീകരിക്കുന്നത് വരെ. ഓക്കെ, അപ്പം ഈ ഭൗതിക ശരീരം വന്നതോടുകൂടി ഈ 3 ഗുണങ്ങളുടെ മാലിന്യം വന്നു ചേർന്നു. ആ മാലിന്യം മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ടുള്ള മറന്നിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഓക്കെ, ഭഗവാന്റെ നിത്യ സേവകനാണ് താൻ. ഭഗവാനെ സേവിക്കൽ മാത്രമാണ് തന്റെ കർത്തവ്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ നമ്മുടെ ഒറിജിനൽ സ്ഥാനം നമുക്ക് തിരിച്ചു നേടാനായിട്ട് സാധിക്കും. ജീവേര സ്വരൂപഹോയ് കൃഷ്ണേര നിത്യദാസ്. ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. ആക്ച്വൽ ഐഡന്റിഫിക്കേഷൻ ഇതാണ്. നമ്മൾ പറയും, ഓ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ പുരുഷനാണ്, ഹിന്ദുവാണ്, മലയാളിയാണ്, ഇങ്ങനെ പല കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. എന്താണ് യഥാർത്ഥത്തിൽ? നമ്മള് ജീവേര സ്വരൂപഹോയ് കൃഷ്ണേര നിത്യദാസ്. ഭഗവാന്റെ ശാശ്വതനായിട്ടുള്ള ദാസനാണ് നാം. ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ദാസന്റെ ജോലി എന്താണ്? സേവ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഭഗവാന്റെ സേവ ചെയ്യണം. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു. എന്തിനാണ് സേവ ചെയ്യുന്നത്? ഞാൻ ക്ലാസിന്റെ സ്റ്റാർട്ടിൽ ഫസ്റ്റ് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടതാണ്, ഭഗവാന്റെ സന്തോഷത്തിനായതുകൊണ്ട് നമ്മൾ സന്തോഷത്തിനായിട്ട് ഒരു ഭഗവത്ഗീതാ ശ്ലോകം പഠിക്കാം. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന്റെ സന്തോഷത്തിനായിരിക്കണം. നമ്മുടെ സന്തോഷത്തിനായിരിക്കരുത്, ഭഗവാന്റെ സന്തോഷത്തിനായിരിക്കണം. ഇനി മാത്രമല്ല അതിന് ഒരു മോട്ടിവേഷനും കാണരുത്. ജസ്റ്റ് ഭഗവാനും എന്റെ സന്തോഷത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നു, വേറെ യാതൊരു കാരണം കാണരുത്. നമ്മുടെ കാര്യങ്ങൾ നേടാനായിട്ടുള്ള ആയിരിക്കരുത് ഭഗവാനെ സേവിക്കുന്നത്. അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിച്ചു, എന്നിട്ട് പറയുന്നു ശത്രു സംഹാരം ചെയ്യണേ. ഭഗവാനെ പൂജ ചെയ്യുന്നു. ഉദ്ദേശം എന്താണ്? എന്റെ ശത്രുക്കളെ അങ്ങ് മാറ്റിത്തരണേ. അപ്പൊ അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളൊന്നുമില്ലാതെ ഏതുമില്ലാത്ത ഭാഗവത്തിലൊരു ശ്ലോകമുണ്ട്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോഷജെ അഹൈതുക്കി അപ്രതിഹത യാത്മാ സുപ്രസിദ്ധതി. നമ്മളെല്ലാവരും ഹാപ്പി ആകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്.
അതിന് എപ്പോഴാണ് അത് സാധിക്കുക എന്ന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോഷജേ. ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം അഥവാ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധോഷജനായിട്ടുള്ള ഭഗവാനിൽ ഭക്തി ചെയ്യുക. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സ്നേഹം. സ്നേഹം, അതാണ് ഭക്തി. സ്നേഹമുള്ളിടത്ത് എന്ത് വരും? സ്നേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, റിസൾട്ടാണ് സേവ. ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞാൽ കുട്ടി വന്നു, ആ കുട്ടിക്കുള്ള സ്നേഹം കാരണം അമ്മ എന്തൊക്കെ ചെയ്യും? കുട്ടിക്ക് എന്ത് വേണോ അതെല്ലാം ചെയ്യും, ഇല്ലേ? അതുവരെ 12-14 മണിക്കൂർ ഉറങ്ങിയിരുന്ന ആള് ഇപ്പൊ രാത്രി ഉറക്കില്ല. കുട്ടി അനങ്ങി, അമ്മ എണീറ്റു, അനങ്ങുന്നതിന് മുമ്പ് അമ്മ എണീറ്റു, അതിന് വേണ്ട എത്താൻ നോക്കി, ഇല്ലേ? അപ്പം അതാണ് സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്നേഹം കാരണം, സ്നേഹം വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി വരുന്നതാണ് കുട്ടിയെ സേവിക്കുന്നത്. അതിന് ഓടി നടക്കാൻ തുടങ്ങി, ആ സമയത്തോ എന്റെ പുറകെ ഓടുക. നമ്മൾ വിചാരിക്കുന്നു കുട്ടിക്ക് അമ്മയുടെ അടുത്ത് സ്നേഹം. കുട്ടിക്ക് അമ്മയുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല. സ്നേഹം ആരാണ്? അമ്മയ്ക്ക് കുട്ടിയുടെ അടുത്താണ് സ്നേഹം. അപ്പം ആ സ്നേഹം, അതാണ് ഭഗവാന്റെ അടുത്ത് നമ്മുടെ സ്നേഹം വരുമ്പോഴത്തേക്ക് അതിന് ഭക്തി എന്ന് പറയുന്നു. എന്തെങ്കിലും നമ്മൾ ഭഗവാൻ ഭക്തിപൂർവ്വം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്, സ്നേഹപൂർവ്വം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭക്തി എന്ന് പറയുന്നു. അതിന് 2 വിശേഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ആ ഭക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹൈതുകി, ഹേതുവില്ലാത്തത്. അതാണ് ഇവിടെ പറഞ്ഞത്. ആ വാക്ക് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺമോട്ടിവേറ്റഡ്. നമുക്ക് യാതൊരു കാരണവുമില്ല അത് ചെയ്യാനായിട്ട്. അഹൈതുകി അപ്രതിഹത. അപ്രതിഹത പറഞ്ഞാൽ തടസ്സങ്ങളില്ലാത്തത്. അതായത് ഇന്ന് കുറച്ച് ചെയ്തു, അതിനുശേഷം 2 ദിവസം അവധി എടുക്കാം, അതിനുശേഷം പിന്നെ നോക്കാം, ഇങ്ങനെയല്ല, തുടർച്ചയായിട്ട്. ഒരേ ഒരു ജോലിയേ ഉള്ളൂ, 365 ദിവസം ചെയ്യണം, ഒരു ലീവും ഇല്ല, റിട്ടയർമെന്റ് ഇല്ല. ഏതാണ് ജോലി? ഭഗവാന്റെ സേവ. ചിലർ പറയും അമ്മയുടെ ജോലിയാണെന്ന് പറയും. അമ്മയും കുറച്ച് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യും. പക്ഷെ ഭഗവാന്റെ സേവയിൽ ആ റിട്ടയർമെന്റ് ഒന്നും ഇല്ല. നമ്മൾ ലാസ്റ്റ് ഡേ വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭഗവാന്റെ സേവ എന്ന് പറയുന്നത്. അതാണ് അപ്രതിഹത. ഓക്കെ, തടസ്സങ്ങളില്ല, അവസാന ശ്വാസം വരെ നമ്മൾ ചെയ്യേണ്ടതാണ് ഭഗവാന്റെ സേവ. അപ്പം അത് കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണാവബോധം മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടീഡ് വഴി, വേറെ ഒന്നും തന്നെ ഇല്ല നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഓക്കെ, സമയാകാറായി. നമുക്ക് ജസ്റ്റ് ഇത് ഈ ശ്ലോകത്തിന്റെ ഒരു സമ്മറി ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ ഭാഗം പറയുന്നത്, ഒന്ന്, ഈ വിശ്വാസമാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. എന്നിട്ട് വിശ്വാസം നമ്മളെ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് പല കാര്യങ്ങളും, ഇത് ഈ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിശ്വാസം വളരെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ. നമ്മളൊരു ബസ്സിൽ കയറി എന്നിരിക്കട്ടെ, അവിടെ എന്താണ് നമ്മുടെ വിശ്വാസം? ഡ്രൈവറിന് ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വണ്ടി ഓടിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം. എന്നാൽ ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പൈലറ്റിന് വണ്ടി ഓടിക്കാൻ അറിയാം. ഞാൻ ഇവിടെ കയറിയിരുന്നു, എന്താണ് എന്റെ വിശ്വാസം? കസേര ഓടിയില്ല എന്നുള്ള വിശ്വാസം, ഇല്ലേ? അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ശരിക്കുള്ള MBBS ഡോക്ടർ തന്നെയാണ്. വേറെ വ്യാജനൊന്നും അല്ല. കാര്യം അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അറിയാം, രോഗം എന്താണെന്ന് അറിയാം, രോഗത്തിന്റെ ചികിത്സ എന്താണെന്ന് അറിയാം എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അവിടെ, അല്ലേ? അപ്പൊ അതേപോലെ ജോലിക്കാര്
അവര് 30 ദിവസം വിശ്വസിക്കുന്നു 1-ാം തീയതി വരുമ്പോഴത്തേക്ക് എന്റെ സാലറി എന്റെ അക്കൗണ്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെക്കായിട്ട് എനിക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ അതേപോലെയാണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലും. അപ്പം ആത്മാവിന്റെ ഒറിജിനൽ വിശ്വാസം എന്താണ്? ഒറിജിനൽ വിശ്വാസം എന്ന് പറയുന്നത് അത് കൃഷ്ണന്റെ ഇതാണ്. നമ്മൾ പറഞ്ഞു കൃഷ്ണന്റെ സേവ എന്നുള്ളതാണ്. അപ്പം അതീന്ദ്രിയമായിട്ടുള്ള വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കൃഷ്ണൻ, എല്ലാത്തിൻ്റെയും സ്രോതസ്സായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെ സേവിക്കുക, യാതൊരു നേരത്തെ പറഞ്ഞു അഹൈതുകി അപ്രതിഹത, ആ സേവയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യം. നമ്മുടെ എന്താ നമ്മൾ പറഞ്ഞു, നമ്മുടെ ആ വാക്കെന്തായിരുന്നു? ഓക്കെ, നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം എങ്ങനെയാണോ അത് ഏത് ഗുണത്തിലിരിക്കുന്നു, സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ എന്നുള്ളതിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് പതുക്കെ നമുക്ക് രൂപാന്തരം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു, ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ചിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആധ്യാത്മിക പുരോഗതി സാധിക്കും. ഇനി ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഗുരുവിനൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് നമ്മള് ഭക്തന്മാരുടെ സഹവാസത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ശുദ്ധ ഭക്തന്മാരുടെ സഹവാസം കൊണ്ടാണ്. നാരദനെ പറ്റിയില്ലേ? നാരദൻ ആ ചാതുർമാസ്യ കാലം, ഇതേപോലെ ഒരു ചാതുർമാസ്യ കാലത്ത് ചില പരമ ഭാഗവതന്മാര് ആ നാട്ടിൽ വന്നു. അവരുമായിട്ടുള്ള സഹവാസത്തിൽ പതുക്കെ ആ ചേഞ്ച് വന്നിട്ട് അവിടെയാണ് നാരദന്റെ ആധ്യാത്മിക പുരോഗതി വളരെ ശീഘ്രമായിട്ട് മുമ്പോട്ട് പോയത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഫ്രീ വില്ലിനെ പറ്റി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ആഗ്രഹം അനുസരിച്ചിട്ട് നമുക്ക് ധാരാളം ആഗ്രഹങ്ങൾ കാണാം. അല്ലെന്നുണ്ടെങ്കിൽ മോക്ഷമായിരിക്കും ആഗ്രഹം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ആഗ്രഹം കാണില്ല, ഭഗവാനെ മാത്രം മതി. കാമസർവകാമോ വാ മോക്ഷകാമ ഉദാരഥി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം വരം. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ അകാമ, അവർക്ക് ആകെ എന്താണ്? എനിക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കണം, അതാണ് അകാമ. എനിക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ട. അഥവാ സർവകാമ, എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. പൈസ വേണം, പേര് വേണം, ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് വേണം, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളുടെ ഒരു വലിയ, എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ കാണും. അതെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, എനിക്ക് ഇതൊക്കെ എല്ലാം തന്നെ ബന്ധനത്തിലാണ്, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, മോക്ഷം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഉദാരഥി. ആ ഉദാരഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഫ്രീ വിൽ. നമുക്ക് ഫ്രീ വിൽ ഉണ്ട്. എന്താണ് ഈ ഫ്രീ വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ എതിരായിട്ട് ഇത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അത് ശരിക്കും ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തീവ്രേണ ഭക്തിയോഗേന, വളരെ
തീവ്രമായിട്ടുള്ള ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കണം. ഇത് എല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണ്. മനുഷ്യരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ജീവിതം എന്താണ് സാർത്ഥകമാണെന്ന ചിന്തയുള്ള ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. സേവ സാധിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരുള്ള അവരിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അസോസിയേഷൻ എന്നാണ് എല്ലാം തന്നെ ബാക്കി എല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുക. അതിൽ നിന്നും നമുക്ക് പതുക്കെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം ഈ വിശ്വാസങ്ങൾ സാത്വികമോ രാജസികമോ താമസികമോ ആയിക്കോട്ടെ, അതിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ നിന്ന് എങ്ങനെ മുമ്പോട്ട് പോകാം, എങ്ങനെ നമുക്ക് ഉയർച്ച നേടാം. അതിനായിട്ട് ഒരേ ഒരു മാർഗം എന്താണ് പറഞ്ഞത്? കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ എന്താണ്? എന്തിന്റെ ഓപ്പോസിറ്റ് ആണ്? ഇപ്പൊ ഇരിക്കുന്ന അവബോധം എന്താണ്? ശരീരാവബോധം. ശരീരം നമ്മൾ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. പക്ഷേ കൃഷ്ണാബോധത്തിൽ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ഭഗവാന്റെ സേവയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരേ ഒരു കർമ്മം. ഇത് മനസ്സിലാക്കുന്നതാണ് കൃഷ്ണാവബോധം. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തുന്നു. ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എത്രത്തോളം പവറുള്ള അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇഗ്നോറൻസിന്റെ ആൾക്കാരുടെ ഫെയ്ത്ത്. അപ്പോ അത് ചിലപ്പോ ഫാമിലിയിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാവാം. ആൻഡ് ദാറ്റ് വിൽ ഹാവ് ആൻ ഇഫക്ട് ഓൺ ഇറ്റ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇല്ല, നല്ല ചോദ്യമാണ്. പ്രവീണിന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലിയിൽ കൂടെ താമസിക്കുകയാണ്, നമുക്കൊരു ഫെയ്ത്ത് വന്നിട്ടുണ്ട്, അതിനെ കടക വിരുദ്ധമായിട്ടാണ് നമ്മുടെ ഫാമിലിയുടെ. ഇത് നമ്മൾ ചുറ്റും നോക്കൂ. പ്രത്യക്ഷത്തിൽ ഈ യാത്രയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര പേരുണ്ട് വീട്ടിലെല്ലാരും കൂടി ഇവിടെ വരുന്ന ആൾക്കാര്? ഇല്ലേ? ഒരാൾക്ക് ഇവിടെ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരണം എന്നാണ്, അയാളുടെ പങ്കാളിക്ക് താല്പര്യം കാണുന്നില്ല. ഫെയ്ത്ത് ഡിഫറെന്റ് ആണ്. ഓക്കെ, എനിക്ക് വേണ്ടത് ഇതൊന്നും അല്ല. എനിക്ക് സാമൂഹ്യ സേവനമാണ്, സൊസൈറ്റിയെ സെർവ് ചെയ്യണം. ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവര് ആ ലെവലിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ വേറൊരു ലെവലിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇത് ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞു, ഫ്രീ വിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ വിൽ അനുസരിച്ചിട്ട് ചെയ്യാന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഈ ഫ്രീ വില്ലിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അത് എന്ന് പ്രബലം മനസ്സിലാകാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാള് എല്ലാം തന്നെ ഒരു പക്ഷേ അയാൾക്ക് ഇതായിരിക്കും, എന്താണ് ബാങ്ക് വന്നിട്ട് റവന്യൂ റിക്കവർ ഒക്കെ ചെയ്യാനായിട്ട് തീർന്നു എന്നുള്ള ഒരു അവസ്ഥ ഇരിക്കുകയാണ്. ആ സമയത്ത് അയാൾക്ക് കുറച്ച് പൈസ കിട്ടാനായിട്ട് വഴിയുണ്ട്. പക്ഷെ അതൊന്ന് തെറ്റായിട്ടുള്ള മാർഗത്തിൽ നടക്കണം. ഓക്കെ, അല്പം വഞ്ചന നടത്തി കഴിഞ്ഞാൽ പൈസ കിട്ടും, അയാളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കടങ്ങളും തീരും എന്നൊരവസ്ഥ. പക്ഷെ ആ സമയത്തും അയാൾക്ക് തീരുമാനിക്കാം, ഞാനിത് ചെയ്യില്ല. പോയില്ലോ, ഇല്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ഫ്രീ വിൽ എന്ന്. അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ആ അവസ്ഥയിൽ അത്രയും പ്രസ്സിംഗ് ആയിട്ടുള്ള, അതായത് അത്രയും
എന്താണ് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള അവസ്ഥയിൽ പോലും അതിനെ ചെയ്യുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല, ആ മാർഗം സ്വീകരിക്കുന്നില്ല. വേറൊരു ഇത് ഹരിദാസ് ഠാക്കൂറിന്റെ കഥ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേശാസ്ത്രി എങ്ങനെയെങ്കിലും ഹരിദാസ് ഠാക്കൂറിനെ വലിച്ച് താഴെ ഇടണം എന്ന് പറഞ്ഞിട്ട് വേശാസ്ത്രി വരുന്നു. രാത്രിയില് വന്ന് ചെയ്യുമ്പോഴത്തേക്കും ഹരിദാസ് ഠാക്കൂർ സമ്മതിച്ചോ? ഇല്ല. സിംപിൾ പറഞ്ഞു അവിടെ ഇരിക്കൂ, എന്നിട്ട് എന്റെ ചാറ്റിംഗ് കഴിയട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി, ഇല്ലേ? അല്ലാതെ അതില് അതേസമയം വിശ്വാമിത്രന്റെ കഥ അങ്ങനെയല്ല. വിശ്വാമിത്രൻ മേനക വന്നപ്പോഴത്തേക്കും മേനകയിൽ അട്രാക്റ്റഡ് ആയിപ്പോയി. പക്ഷെ ഹരിദാസ് ഠാക്കൂർ അങ്ങനെയില്ല. അപ്പോ അതേപോലെ നമുക്കും നമ്മുടെ ആ വിശ്വാസം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ ആകെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഭഗവാനാണ്. ആ ഭഗവാനെ സേവിക്കുന്നത് മാത്രമേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ശരിയാണ്, നമുക്ക് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ പെർമനന്റ് ആയിട്ടുള്ളത് ഭഗവാന്റെ സേവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാണ്. ബാക്കിയുള്ള നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷന്റെ ഇതിനനുസരിച്ചിട്ട് പല റെസ്പോൺസിബിലിറ്റി കാണും, അത് ചെയ്യുക. പക്ഷേ നമ്മളെ മനസ്സെവിടെയായിരിക്കണം? ഭഗവാന്റെ സേവ ചെയ്യുന്നതില് നമ്മൾ സമയം കണ്ടെത്തണം. ഓക്കെ ബ്രോ, ക്ലിയർ ആണോ? ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു സബ്സ്ട്രാക്ഷൻ ചെയ്ത് ഫാമിലിക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭാത് കി ജയ. For like say a program that sponsors Chitra Shenoy from Bangalore on the occasion of her daughter Advaita